ഹായ്, ഞാൻ അൻസീന സൈഫ. ഈ കല്യാണം കഴിച്ച മക്കൾ കുഞ്ഞു കുട്ടികളല്ല, അവർ അഡൽട്സ് ആണ്. തൊട്ടിൽ കിടക്കുന്ന കുട്ടികളെയല്ല കല്യാണം കഴിപ്പിക്കുക. അല്ല, പ്രായപൂർത്തിയായ വിവേകവും വിചാരവും ബുദ്ധിയും ഒക്കെയുള്ള രണ്ട് അഡൽട്സ് ആണ് കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം കഴിക്കുന്ന അവരെ കുട്ടികളായിട്ട് കാണാണ്ട് രണ്ട് അഡൽട്സ് ആയിട്ട് എന്ന് പേരൻസും സൊസൈറ്റിയും കാണുന്നു. അന്ന് വരെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകും. അവരെ അഡൽട്സ് ആയിട്ട് കണ്ട് അവരെ അവരുടെ തീരുമാനങ്ങൾക്ക് വിടുക, അവരുടെ തീരുമാനങ്ങളെ റെസ്പെക്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ അവർ നമ്മൾക്ക് വേണ്ടി അവരെ പഠിപ്പിച്ചു, നമ്മൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അവരെ പഠിക്കുക, നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ പ്രൊഫഷനിൽ എത്തുക. അത് കഴിഞ്ഞ് കല്യാണവും കഴിയും. ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ വിടുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. പുതിയൊരു പഠന റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. യുവതികൾക്കിടയിൽ വിവാഹപ്പേടി കൂടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ 2 വീഡിയോ കണ്ടിട്ട് എനിക്കിങ്ങനെ വീഡിയോ ഉണ്ടാക്കിക്കൊള്ളാൻ വയ്യ. അതിനകത്ത് ഈ എന്തുമാത്രം പാരൻസ് മക്കളുടെ കാര്യത്തിൽ ജീവിക്കാൻ വിടാതെ പിടിച്ചു വയ്ക്കുന്ന എന്ന് വെച്ചാൽ എൻ്റെ മോൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ മോൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് പഠിത്തം മുതൽ ഒരാൾ എന്ത് പഠിക്കണം എന്ന് അവരുടെ ആഗ്രഹങ്ങൾ കൊച്ചുങ്ങളിലൂടെ കണ്ടു തീർക്കാൻ നോക്കുന്നു. അത് ശരിയല്ലല്ലോ. അത് വേറെ ആൾക്കാരല്ലേ, നിങ്ങളുടെ ആഗ്രഹമായിരിക്കില്ലല്ലോ കുട്ടികളുടെ ആഗ്രഹം. വേറെ 2 മനുഷ്യർ, 2 കുടുംബം എന്ന് വെച്ചാൽ 2 പേര് രണ്ട് കുടുംബത്തിൽ നിന്ന് 2 പേര് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണ് പല ജീവിതവും ചെന്നം ഭിന്നം പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുക. ഓക്കെ, ബാക്കി പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ 2 പേർക്കും ജോലിക്ക് പോകാൻ സൗകര്യമുള്ള സ്ഥലത്ത് 2 പേർക്കും, അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് പോകണില്ല, അല്ലെങ്കിൽ 2 പേരും ജോലിക്ക് പോകണില്ല, വേറെ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിലും അങ്ങനെ അവർക്ക് 2 പേർക്കും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം 2 പാരൻസിൻ്റെയും വീടാവരുത്. അത് ആയാലും കുഴപ്പമില്ല, ബട്ട് അവർക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവരുത്. ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്ത് അത് റെസ്പെക്റ്റ് ചെയ്യുന്ന പാരൻസൊക്കെ ആണെങ്കിൽ അവരോട് താമസിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ബാക്കി മക്കളുടെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇടപെടും. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും അതെ, കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അതെ, അങ്ങനെ നമ്മൾ കാണാറുണ്ട്. പെൺമക്കളുടേത് എന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ അമ്മായിയപ്പനും ആയിരിക്കും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്. അങ്ങനെ അതാണ് മെയിൻലി പ്രോബ്ലം. നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വലാണ്, നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയാം. അത് ബാക്കിയുള്ളവർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? പിന്നെ ഞാൻ 2ാമത്തെ വീഡിയോ കണ്ടത് എന്താണ്, കേരളത്തിലെ പെൺകുട്ടികൾ വിവാഹത്തെ പേടിക്കുന്നു, ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല, 3000 പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് 1000 പെൺകുട്ടികളെ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ. അപ്പം അത് ആക്ച്വലി ഒരു കുഴപ്പമില്ല, നല്ല വീഡിയോ ആണ്. പക്ഷേ അതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറ്റി 18 നിന്ന് 21 ആക്കി മാരേജിങ് ഏജ്. അപ്പോൾ തന്നെ ആ ഒരു 3 വയസ്സ്, 18, 19, 20, 21 ഇതുവരെയുള്ള ഏജിലുള്ള 18 മുതൽ 21 വരെയുള്ള 19, 20, 21 ഈ 3 വർഷത്തെ ആൾക്കാരുടെ കുറവുണ്ട്. അത് ഒബ്വിയസ്ലി അഫക്റ്റ് ചെയ്യും. നമ്പർ ഓഫ് ഫീമെയിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് യാതൊരു ഗുണമില്ല, പുരുഷന്മാർക്കേ ഗുണമുള്ളൂ, അല്ലെങ്കിൽ പുരുഷന്മാർക്കും അവരുടെ ഫാമിലിക്കേ ഗുണമുള്ളൂ. അപ്പോൾ ഒരു കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഒരു പെണ്ണിന് ഉപയോഗമൊന്നുമില്ല എന്ന് നമ്മുടെ ജനറേഷന് ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം പലർക്കും ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ജോലിക്ക് പോകണവർ ജോലിക്ക് പോയിട്ട് ജോലി ചെയ്ത് വന്നിട്ട് വീട്ടിലെ പണിയും കൂടെ എടുക്കണം. മുമ്പത്തെ ആണെങ്കിൽ പണ്ടൊക്കെ ആൾക്കാരാണെങ്കിൽ വീട്ടുപണി വൈഫ് ചെയ്യുന്നു, ഭർത്താവ് പോയി കാശുണ്ടാക്കിക്കൊണ്ട് വരുന്നു. പക്ഷേ അവിടെ പല ഭർത്താക്കന്മാരും പൈസയുടെ കൺട്രോൾ വൈഫിന് കൊടുക്കാറില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനത്തെ ആൾക്കാർ കൂടുതലും ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. പക്ഷേ ആ ഒരു ഇത് വന്നത് കാരണം പെണ്ണുങ്ങൾക്കെല്ലാം വർക്ക് ചെയ്യണമെന്നുള്ളതായി അടുത്ത ജനറേഷനിൽ. അപ്പോൾ അപ്പോഴെന്താ പറ്റിയത്, വർക്ക് ചെയ്യുന്ന ക്ലാസ്സിലുള്ളവർക്ക് പൈസയുണ്ട്, ചിലർക്ക് പൈസയിൽ കൺട്രോളും ഇല്ല, എന്നാലും ചിലർക്ക് പൈസയുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മക്കളെ നോക്കുന്ന വീട്ടു ജോലി എല്ലാം വൈഫ് തന്നെ ചെയ്യണമെന്നുമായി. എന്നാൽ പിന്നെ ആണുങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പെണ്ണുങ്ങളാണ് ചെയ്തിരുന്നതെങ്കിൽ, പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് 2 പേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം വീട്ടു ജോലികൾ. ഇതിപ്പോൾ പെണ്ണുങ്ങളുടെ ജോലിയാണ്. അതുപോലെ ആണുങ്ങളൊന്നും പ്രിപ്പയർഡ് അല്ല. ആണുങ്ങളെല്ലാം ഈ കൊച്ചു കുട്ടികളെ പോലെ സ്കൂളിൽ പോയി വരുന്ന കണക്ക് പിന്നെ വർക്കിന് പോയി വരുന്നു, ആരെങ്കിലും വായിൽ ഉരുട്ടി കൊടുക്കണം. ലിറ്ററലി അങ്ങനെ അല്ലെങ്കിലും ഒരാൾ തുണി കഴുകി കൊടുക്കണം, അയൺ ചെയ്ത് കൊടുക്കണം. എക്സാക്ട്ലി ലൈക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളെ യൂണിഫോം വരെ റെഡിയാക്കി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് വിടുന്ന പോലെ ഇപ്പം പഠിക്കാൻ പോണതിന് പകരം വർക്കിന് പോകണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ പൊതുവേ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇതിപ്പം നോട്ട് ഓൾ മെൻ ക്യാമ്പയിൻ അടുത്ത ആൾക്കാർ കൊണ്ടുവരും, നോട്ട് ഓൾ മെൻ അതെനിക്ക് മജോറിറ്റി എന്ന് പറയുമ്പോൾ മജോറിറ്റി ഇന്ത്യൻ മെന്നിനെ പറ്റിയാണ്. നമ്മളെ യൂറോപ്പിലൊക്കെ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് യാതൊരു ഉപയോഗമില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഒരു ജോലിയുള്ള ഒരു പെൺകുട്ടി പഠിച്ച് ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അവരിപ്പം ജോലി വീടിനടുത്ത് നിന്ന് ദൂരെയാണെങ്കിൽ വല്ല ഹോസ്റ്റലിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂം ഷെയറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയെങ്കിലും താമസിക്കുന്നതായിരിക്കും. അവർക്ക് എന്ത് വേണം ഇഷ്ടമുള്ളത് കഴിക്കാം.
ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള മൂവിക്ക് പോവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം, കോഫി കുടിക്കാൻ പോവാം, വേണമെങ്കിൽ പാർട്ടിക്ക് പോവാം, വേണമെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് എണീക്കാം. ഇപ്പോൾ ഓഫാണെങ്കിൽ വർക്ക് ഉള്ള ദിവസം പറ്റില്ലായിരിക്കും, പക്ഷേ എന്നാൽ ഇഷ്ടമുള്ളപ്പോൾ എണീക്കാം, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. വേറെ ആരുടെയും കാര്യം നോക്കേണ്ട കാര്യമില്ല. പ്ലേറ്റ് കഴുകാൻ തോന്നുമ്പം കഴുകി വയ്ക്കുന്നു, കപ്പ് കഴുകാൻ തോന്നുമ്പം കഴുകി വയ്ക്കുന്നു, തുണി കഴുകാൻ തോന്നുമ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിയുമ്പോൾ അവരുടെ ലൈഫിലുണ്ടാകുന്ന വ്യത്യാസം മിക്കവാറും പലയിടത്തും ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. എന്നിട്ട് അവരുടെ ജഡ്ജ്മെൻറ്റ്, അവരുടെ കമൻസ്, ആ വീട്ടിലുള്ള എല്ലാ ജോലി, ആ നാട്ടുകാരുടെ അത് ഇത്, പിന്നെ കൊച്ചെപ്പോഴും ഉണ്ടാക്കിയില്ലേ, ഉണ്ടാവൂലേ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ളത്. ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ ഒരുപാട് ബോഡി ചേഞ്ചസ് ഉണ്ടാവാം. ചിലർക്ക് ചൈൽഡ് ബർത്തിൽ മരിച്ചു തന്നെ പോവാം. അത്രയ്ക്കും പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ വളരെ ഹൈ റേറ്റാണ് പ്രഗ്നൻസിയിടത്ത് കമ്പയർഡ് ടു യൂറോപ്യൻ കൺട്രീസ്. അപ്പം ഒത്തിരി മരണം വരെ ഒരു സൈഡ് എഫക്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മരണമാണ്. മരണം ഇപ്പോൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മില്യണിൽ എത്ര പേര് മരിക്കും ഉള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ കോവിഡ് വാക്സിൻ എടുത്തില്ല. അപ്പോൾ അവർക്ക് കോവിഡ് വാക്സിൻ എടുക്കാത്തത് അവർക്ക് മരണം ഒരു സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട്. എന്നാൽ അതിനെക്കാട്ടി വളരെ വളരെ മടങ്ങ് കൂടുതലാണ് ഡെലിവറി ഡെത്ത്. അപ്പോൾ ഡെലിവറി ഡെത്ത് വരുന്നത് കൊണ്ട് എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് നീ എന്തോ ഒരു മനുഷ്യനാണോ, ഒരു സ്ത്രീയാണോ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും സൊസൈറ്റിയിൽ നിന്ന് വരുന്നത്. നമ്മളെ മരണത്തെ കാട്ടി പേടിക്കുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മരണം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ചൈൽഡ് ബർത്ത്. അതുപോലെ വേറെ പല കാര്യങ്ങൾ പറയുമ്പം നടുവേദന, പോസ്റ്റ്പാർട്ടം, ഡിപ്രഷൻ, പല കാര്യങ്ങൾ, പ്രഗ്നൻസി റിലേറ്റഡ്, ഉറക്കമില്ലായ്മ, ഒരു സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരിത്. ഓക്കെ, ചൈൽഡ് ബർത്ത് കഴിഞ്ഞാൽ തീരുമോ? ചൈൽഡ് ബർത്ത് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ അതിൻ്റേതായ പ്രശ്നം, നോർമൽ ബർത്ത് ആണെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ, അതെല്ലാം. പിന്നെ ഇതിലൂടെ ഒരു സ്ത്രീക്ക് പോകണ്ട, കല്യാണമേ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ വേണം തോന്നിയാൽ ഡെലിവർ ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല. അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഇപ്പം കുട്ടിയെ തന്നെ എന്തിനാണ്, ഇപ്പം ഒരു കുട്ടി എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ, ഇപ്പം ഒരു കുട്ടിയെ വളർത്തിയാൽ മിനിമം 18 കൊല്ലത്തെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ മരണം വരെയുള്ള റെസ്പോൺസിബിലിറ്റി പലതും ആവാം. അപ്പോൾ അങ്ങനെ ഇപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്, സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് ലോങ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ലാതെ, കാരണം പുരുഷന്മാർ പൊതുവേ അല്ലെങ്കിൽ പിതാവ് നോർമലി കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം പെണ്ണിൻ്റെ മേത്താണ് വരുന്നത്. അപ്പം ആ കുട്ടി എന്തെങ്കിലും ചെയ്താലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അവൾ കൊച്ചിനെ നോക്കിയില്ല. ഈ ഇടയ്ക്ക് എന്തോ ഒരു ന്യൂസിൽ കണ്ട് ഒരു കുഞ്ഞ് വെള്ളത്തിൽ നൽകുന്ന താഴെ വീണ് മരിച്ചില്ല, താഴെ വീണ് കുഞ്ഞിനൊന്നും പറ്റിയില്ല. പക്ഷേ എല്ലാവരും കൂടി അമ്മ കെയർലെസ് ആണ്, അമ്മ നോക്കിയില്ല, അമ്മ ഇതാണ്, അച്ഛനാരും പറയുന്നില്ല, അമ്മ നോക്കാത്തവരാണ്, അമ്മ ഇത് നോക്കാത്തവരാണ്. ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു പ്രഷർ കാരണം ആ പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അത്രയും പ്രഷറാണ് സൊസൈറ്റി ഒരു അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഒരമ്മയായാൽ കല്യാണം കഴിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് യാതൊരു ഉപയോഗമില്ല. എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു മനുഷ്യനെ കിട്ടുകയാണെങ്കിൽ അത് എത്ര പേരുണ്ടാവും? എനിക്ക് തോന്നുന്നു 90% മുകളിലും ആൾക്കാർ, ആണുങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൊച്ചിനെ അവൻ പറ്റുമെങ്കിൽ അവരുടെ അച്ഛനെയും അമ്മയും കൂടെ നോക്കുന്ന ടൈപ്പ് ഒരു വൈഫിനെയാണ് വേണ്ടത്. അപ്പം ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ജോലിയുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്തിനാണ് അങ്ങനെ ഒരു ട്രാപ്പിൽ ചെന്ന് പെടണമെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, അല്ലേ? അപ്പോൾ എനിക്കറിയാവുന്ന പലരുടെയും ജീവിതം അതാണ്. എനിക്കറിയാവുന്ന എൻ്റെ ജനറേഷനിലുള്ള ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെയും എന്ന് വെച്ചാൽ ഒരു മിഡിൽ ഏജ് മുതൽ താഴേക്ക് ഒരു 10-20-25 വയസ്സ് വരെയൊക്കെ ഉള്ള, ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ മാറ്റം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷേ 25 മുതൽ 50 വയസ്സ് വരെയൊക്കെ ഉള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിലെ പണിയും, നാട്ടിലെ പണിയും, കുടുംബത്തിലെ പണിയും, ഹസ്ബൻഡിൻ്റെ വീട്ടിലെ പണിയും എല്ലാം ചെയ്യേണ്ടി വരും. ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ, പാരൻസ്, ഇൻലോസ്, അതെല്ലാം കൂടി തലയിലാവും. ഒറ്റയ്ക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് സുഖം, സ്വന്തം കാര്യം നോക്കി സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ യൂബർ ഈറ്റ് ഓർഡർ ചെയ്ത് തോന്നുമ്പോൾ തിന്നുന്നു, കുടിക്കുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇരിക്കുന്നു, ചേട്ടാ ഈ ഡ്രസ്സ് ഇടാവോ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട് കല്യാണത്തിന് ഞാൻ പൊക്കോട്ടെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സിനിമ കണ്ടോട്ടെ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള പോലെ ജീവിക്കാമല്ലോ. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ?
ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ആണിന് പെണ്ണ് കിട്ടണമെങ്കിൽ ആണുങ്ങൾ അത്രയും നല്ല ഒരു പാർട്ട്ണർ ആവണം. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പലരും സ്നേഹിച്ചപ്പോൾ നല്ലതായിരുന്നു, ലിവിങ് ടുഗദറൊന്നും ഇല്ലായിരുന്നു, നേരെ ഡയറക്റ്റ് കല്യാണം കഴിച്ചു, ഒരുമിച്ച് ജീവിച്ചപ്പോഴാണ് അറിയുന്നത് ഇവ ഒരു പണി എടുക്കത്തില്ല, എല്ലാ പണിയും ഇവൾ തന്നെ എടുക്കണം. അപ്പോൾ എന്താ, അവർക്ക് ആ സ്നേഹം ഇല്ലാണ്ടാവും, വിത്തിൻ മന്ത്സ് ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നെ ഡിവോഴ്സ് ചെയ്താൽ എൻ്റെ ജീവിതം ബെറ്റർ ആവും എന്നുള്ളത് പെണ്ണുങ്ങൾക്കറിയാം, കാരണം ദേ ലിവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ബിഫോർ ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ സോ ദാറ്റ്സ് അനദർ റീസൺ. അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ജീവിച്ച് നോക്കണം. ഒറ്റയ്ക്ക് ജീവിച്ച് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിച്ച് സന്തോഷത്തിലായതിനു ശേഷം കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ പാർട്ട്ണറിൻ്റെ കൂടെ പിന്നെ ജീവിക്കുമ്പോൾ ഈ ലൈഫ് ഇമ്പ്രൂവ് ആണോ ആയത് അതോ താഴേക്കാണോ പോയത്? ലൈഫ് ഇമ്പ്രൂവ് ആയി അല്ലെങ്കിൽ ഈസി ആയി മോർ പീസ്ഫുള്ളായി എല്ലാം ബെറ്റർ ആയെങ്കിൽ നല്ലൊരു പാർട്ട്ണറാണ്. പക്ഷേ എല്ലാം പുറകിലോട്ടാണ് പോകണതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പാർട്ട്ണർ. അപ്പം എന്തുകൊണ്ടും ഒരു ലിവിങ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ടൈമിനെ നമ്മളെ നാട്ടുകാരൊക്കെ ഭയങ്കര സംഭവമായിട്ട് കാണുന്നത്. പക്ഷേ അങ്ങനെ ലിവിങ് ടുഗദർ എന്ന് പറയണ്ട, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ച് കുറച്ച് നാൾ താമസിക്കുക, ഒരു കൊല്ലോ 2 കൊല്ലോ താമസിച്ച് ഒക്കുവാണെങ്കിൽ കല്യാണം കഴിക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് പിന്നെ ഒരു കുട്ടികളൊക്കെ ആവുകയാണെങ്കിൽ എന്തോ ലീഗൽ നൂലാമാലകൊക്കെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിലൊക്കെ കല്യാണത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ട്രൈ ടു ലിവ് ടുഗദർ ബിഫോർ ഡൂയിങ് എനിത്തിങ്. ഓൾ റൈറ്റ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.